Good morning, sir. Okay, Gina, good morning. Good morning, sir. Sanida, good morning. Krishnendu, good morning. Good morning, sir. Okay, Krishnendu, good morning. Good morning, sir. Krishnendu, good morning. Good morning, sir. Okay, Afna, good morning. Good morning, sir. Okay, Sahadona, good morning. കുറെ നാളായില്ല കണ്ടിട്ട് സാറിനെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ ഞായറാഴ്ചല്ലേ ഇല്ലായിരുന്നുള്ളൂ. കഴിഞ്ഞ ലാസ്റ്റ് തേഴ്സ്ഡേ ഉണ്ടായില്ല. അതിന് മുമ്പ് ഞാൻ വന്നതല്ലേ. സാറിന് സുഖല്ലേ? How are you? Oh, very good. I am very good. And what about you? I'm good, sir. Very good. Very good. Very good. Very good. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തോട് വരികയാണ്. യെസ്, നമുക്ക് ആരംഭിച്ചാലോ? Let us start. Yes, sir. Okay. Yes, sir. Okay, okay. ജീന പറഞ്ഞ പിന്നെ അപ്പീലില്ല. വെരി ഗുഡ്. നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ കുറച്ച് ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ സ്ട്രക്ചർ പറഞ്ഞായിരുന്നു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? അങ്ങനെ പറഞ്ഞ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റൻസ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ഇഞ്ചി, അങ്ങനെയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്? ഓർമ്മയില്ലെങ്കിൽ അതൊന്നും എടുത്തു വെച്ച്. ഇതോ ശ്രീലക്ഷ്മി അത് കണ്ടോ? അത് എവിടെയാണെന്ന് കണ്ടോ? നമ്മൾ ആ ചോദ്യങ്ങളൊക്കെ എഴുതുന്നതിന് മുമ്പായിരുന്നു. Yes, sir. കണ്ടോ ജിന? Yes, sir. ആ, ഏത് ദിവസത്തെ ക്ലാസ് ആയിരുന്നത്? കേട്ടിട്ടുണ്ട്. Date ഇട്ടിട്ടില്ല, sir. എന്നതാ സർ? ഇതോ ദീപ പറയൂ. എന്നതായിരുന്നു? കേട്ടില്ല, ഇപ്പൊ കേറിയുള്ളൂ. ആ, ഓക്കെ ഓക്കെ. നമ്മൾ ആ സിമ്പിൾ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ടെൻസുകളെ കുറിച്ച് പറഞ്ഞത് ഒന്ന് എടുത്തു വെക്കാൻ പറഞ്ഞതാണ്. അവിടെ അതിന്റെ ഒരു ബാലൻസ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അതൊന്ന് എടുത്തു. മോഡൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന്റെ തൊട്ട് മുന്നിലത്തെ ക്ലാസ്സിലായിരുന്നു അത് പറഞ്ഞിരുന്നത്. അന്ന് വായിച്ചേ ജീന, അന്ന് വായിച്ചേ. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബ്, അതിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ്. ഓക്കെ റിസ്വാന. സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് വെർബ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. യെസ്. പ്രസന്റ് പെർഫെക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ്. പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ, പെർഫെക്റ്റ് അല്ല. വെർബിന്റെ ബ്രാക്കറ്റിൽ ഒരു ടെൻസ് പറഞ്ഞിട്ടില്ലേ ജീന? വെർബ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ടെൻസ് ഇല്ലേ?
ഇല്ല സർ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ്. ആ വെർബിന്റെ ഒരു പി പി കിട്ടും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പി പി. ഓക്കെ സർ. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ഷോർട്ട് ഫോം പി പി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ ഓക്കെ. ഇനി എന്തായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ബി പ്ലസ് ing. വെരി ഗുഡ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് ജിന. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനേ 9 എണ്ണമാണോ പറഞ്ഞത് 12 എണ്ണമാണോ പറഞ്ഞത്? എനിക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ, അപ്പൊ അതുകൊണ്ട് കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരോടും കൂടി പറയുന്നത്, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് വെച്ചിട്ട് അതിന്റെ ഒരു ബാലൻസ് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് 12 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ആ 12 ടെൻസുകളുടെയും പേരുകൾ മാത്രം ഞാൻ പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 ടെൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇംഗ്ലീഷിൽ ഏത് വാചകം എഴുതി കഴിഞ്ഞാലും ഈ പറഞ്ഞ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും പറയുന്നത്. ഇംഗ്ലീഷിൽ ആകെ 12 ടെൻസിന്റെ ഫോമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ടെൻസിന്റെ ഫോമില്ല, 12 ഉള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും സൺഡേകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന ഒരു ഇംഗ്ലീഷിന്റെ ഒരു പരസ്യം നോട്ടീസ് വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത് ഏത് ടെൻസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള 12 ടെൻസുകളിൽ ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്നൊന്നും ചിന്തിക്കുക. അതുമല്ല എങ്കിൽ നിങ്ങൾ റോഡിലേക്കോ ടൗണിലേക്കോ പോകുന്ന സമയത്ത് ഓരോ റോഡിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു പരസ്യങ്ങളോ അല്ലെങ്കിൽ കടയുടെ ഷോപ്പിന്റെ മുന്നിൽ പരസ്യങ്ങളോ വാചകങ്ങളോ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഞാൻ പഠിച്ചിട്ടുള്ള ഈ 12 ടെൻസിലെ ഏത് ടെൻസിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നൊന്ന് വിചാരിക്കുക. യെസ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് നല്ല കാര്യം. ഓക്കെ. ഇനി ഞാൻ ഗോ എന്ന് പറയുന്നൊരു വേർഡ് എടുത്തിട്ട് ഈ 12 ടെൻസുകളുടെയും അർത്ഥം ഒന്ന് വെറുതെ വേഗത്തിൽ ഒന്ന് പറയാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോ പോയി, സിമ്പിൾ ഫ്യൂച്ചറിൽ വരുമ്പോ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുമ്പോ പോവുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ആ പോവുക എന്നുള്ളത് നമ്മൾ ഗോ എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് വാക്കാണ് അവിടെ ചേർക്കേണ്ടത് ചേർത്താൽ മതി. സബ്ജക്റ്റ് ഒക്കെ ആവശ്യാനുസരണം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നു, അതേ അർത്ഥത്തിലുള്ള വാചകങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് 12 ടെൻസ് ഫോമാണ് ഇംഗ്ലീഷിലുള്ളത്. ഈ 12 ടെൻസ് ഫോമില് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും വാചകങ്ങൾ കാണൂ. പക്ഷേ ചിലപ്പോ നിങ്ങൾ ഈ 12 ടെൻസുകളിൽ അല്ലാതെയും ചിലപ്പോൾ ചില വാചകങ്ങൾ കാണും. അപ്പൊ ഒരു പക്ഷേ ദീപ ചിന്തിക്കും, 12 ടെൻസിലെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ, ഇത് പിന്നെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നൊരു പക്ഷെ ചിന്തിക്കും. അങ്ങനെ ദീപ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്
നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദീപ ഉണ്ണി, ഹൗ ആർ യു? ദീപയുടെ നെറ്റ് പോകുന്നുണ്ടെന്ന് അത് കിട്ടുന്നില്ല. കൃഷ്ണേന്ദു, കേൾക്കാം. എനിക്ക് എന്റെ മൈക്ക് മ്യൂട്ട് ആയിരുന്നു. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ദീപാവലി, ഹൗ ആർ യു? ഫൈൻ സർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ദീപ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. എങ്ങനെയാ? എല്ലാ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. എല്ലാ ദിവസവും കുളിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ അത് വേറെ സംഗതി കണ്ടുപിടിക്കാൻ പറ്റില്ല. ചായ കുടിക്കാറുണ്ടോ? ചായ കുടിക്കും. ചായയാണോ കാപ്പിയാണോ കുടിക്കുന്നത്? കട്ടൻ ചായ. കട്ടൻ ചായ. നമുക്ക് ചായ എന്നാക്കാം. രാവിലെ അല്ലേ കുടിക്കുന്നത്? എന്തോ? എല്ലാ ദിവസവും രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കും അല്ലേ? രാവിലെയും കഴിക്കും, വൈകുന്നേരവും കഴിക്കും. യെസ്. അപ്പൊ നമുക്ക് വൈകുന്നേരത്ത് നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ പറയാം. ഇപ്പൊ ദീപ സ്ഥിരം ചെയ്യുന്ന ഒരു സംഗതിയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു ചായ കുടിക്കും. അതൊന്ന് എഴുതിയ ദീപ. ദീപ മാത്രമല്ല, എല്ലാവരും എഴുതിക്കുക. I drink drink a cup of tea a cup of tea in the morning. A cup of tea in the morning. In the morning. Okay, ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന വാചകം. I drink a cup of tea in the morning. ഞാൻ രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുന്നു. I drink a cup of tea in the morning. ഓക്കെ, ഇനി ഞാൻ ദീപിനോട് ചോദിക്കുക, നമ്മൾ പറഞ്ഞ ഈ 12 ടെൻസില് ഏത് ടെൻസിൽ വരും ഇത് എന്ന് പറയാം? ഓരോരുത്തരും മനസ്സിൽ കണക്കൂട്ടി വെക്കേണ്ട. ഒന്നിറങ്ങുവാണേ ആള്. ശരി 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 ശരി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വിളിച്ചു വേറെ ആളുണ്ടല്ലേ? വർക്ക് ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ട് കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് ഒന്ന്. കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു രാജേഷ്, എവിടെ? ഗൗരി പ്രിയ. Morning, sir. How are you, Gavri Priya? I am fine, sir. Very good, very good, very good. അപ്പൊ നമ്മളിപ്പോ എഴുതിയൊരു വാചകമില്ല, I drink a cup of tea in the morning എന്നുള്ള വാചകം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 12 ടെൻസുകളിൽ ഏത് ടെൻസിൽ വരും എന്നൊന്ന് പറയാമോ? അതാണ് ചോദ്യം. Simple present ആണോ sir? സിമ്പിൾ പ്രസന്റ് ആണെന്ന് ഗൗരി പറയുന്നു. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നത് വേറെയാണ് എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഗൗരി പ്രിയ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നു. യെസ് സർ, ആ വാക്കൊന്നോട് സാറൊന്ന് സർ ആ വാക്കൊന്നോട് അറിയാമോ? എനിക്ക് നെറ്റ് കട്ടായി പോയാണ്. I drink a cup of tea in the morning. I drink a cup of tea in the morning. Yes. Okay. അപ്പോ നമ്മുടെ കൃഷ്ണപ്രിയ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണെന്ന്. അപ്പോ അൽഫിയക്ക് എന്ത് തോന്നുന്നു? സിമ്പിൾ പ്രസന്റ് കൃഷ്ണപ്രിയക്ക് സുഹൃത്തുക്കളുണ്ട്. ഗൗരിപ്രിയ അല്ലേ പറഞ്ഞല്ലേ? യെസ്, ഓക്കെ ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഞാനത് പെട്ടെന്ന് കൃഷ്ണപ്രിയയിലോട്ട് വന്നു. ഈ കൃഷ്ണപ്രിയ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് കൃഷ്ണപ്രിയനോട് ചോദിച്ചില്ലെങ്കിൽ കൃഷ്ണപ്രിയക്ക് വിഷമമുണ്ടാവും. കൃഷ്ണപ്രിയ പറഞ്ഞു, എന്തായിട്ട് തോന്നുന്നു കൃഷ്ണപ്രിയ? കൃഷ്ണേന്ദു സിമ്പിൾ പ്രസന്റ്. കൃഷ്ണേന്ദു ആദ്യം പറഞ്ഞു യെസ്. ഓക്കെ ഓക്കെ. സിമ്പിൾ പ്രസന്റ് അല്ല എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞോളൂട്ടോ, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. പറഞ്ഞു തരാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് അങ്ങനെ വന്നിരുന്നത്. ഓക്കെ ഗൗരി. അപ്പൊ ഗൗരിയാണ് ആദ്യം പറഞ്ഞത് ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞത്. എങ്ങനെ മനസ്സിലായത് സിമ്പിൾ പ്രസന്റ് ആണ്? സർ, ഫസ്റ്റ് വെർബിന്റെ V1 ആണ്. പിന്നെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് സിമ്പിൾ പ്രസന്റില്. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ വെരി ഇന്റലിജന്റ്.
ഇവിടെ സബ്ജക്റ്റ് ഐ, അത് കറക്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വെർബ് V1, അഥവാ പ്രസന്റ് ടെൻസ് ആണ്. ഡ്രിങ്ക് എന്നല്ല പറഞ്ഞേക്കുന്നത്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും വന്നു കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. അതുകൊണ്ടാണ് കൃഷ്ണപ്രിയ പറഞ്ഞത്, അല്ല സോറി, ഗൗരിപ്രിയ പറഞ്ഞത് ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞത്. ഗൗരിപ്രിയ, യുവർ കാൽക്കുലേഷൻ ഈസ് വെരി റൈറ്റ്. ഓക്കെ, അത് സിമ്പിൾ പ്രസന്റ് ആയ വാചകമാണ്. ഇത് ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഇനി സൈബ നസറിൻ. ഓക്കെ, ഞാൻ ഇതിവിടെ നിൽക്കട്ടെ. ഇത് വെച്ച് നമുക്ക് ആരംഭിക്കണം. ഞാൻ വേറെ വാചകത്തിലോട്ട് പറയുന്നു. യെസ്, രാമൻ പാമ്പിനെ കൊന്നു. ഒരു വാചകം മലയാളമാണ്, രാമൻ പാമ്പിനെ കൊന്നു. അതേ വാചകം സൈബിനോട് ഞാനിങ്ങനെ തിരിച്ചു പറയാൻ പറയുന്നു. പക്ഷെ സൈബ് തിരിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കും. ഇതേ അർത്ഥം തന്നെ വരാൻ വേണം. രാമൻ പാമ്പിനെ കൊന്നു എന്ന് വരാൻ വേണം. ആദ്യത്തെ വാക്ക് പാമ്പ് എന്നായിരിക്കാൻ വേണം. എങ്ങനെ പറയും? ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണ്. മതി. അല്ല, ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇംഗ്ലീഷോട്ട് വരാം. ഇംഗ്ലീഷിൽ തന്നെ പറയാം സാർ. സ്നേക് കിൽഡ് ബൈ രാമൻ. അപ്പൊ രാമനെ കൊന്നായി. നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതി. രാമൻ പാമ്പിനെ കൊന്നു. നിങ്ങൾ അത് തന്നെ എന്നോട് പറയാം, അതേ ആശയം. പക്ഷെ പറയുമ്പോ ആദ്യത്തെ വാക്ക് പാമ്പ് എന്ന് വെച്ച് ആരംഭിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, പാമ്പ് പറഞ്ഞോളൂ. ജീന, യു ആർ റൈറ്റ്. പാമ്പ് രാമനാൽ മരണപ്പെട്ടു. കൊല്ലപ്പെട്ടു. യെസ്, അങ്ങനെ പറയാം. കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ, അപ്പൊ അത് നമുക്ക് എഴുതാന്ന് പറഞ്ഞു. ഓക്കെ കല. യെസ്, ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമ്മൾ എഴുതിയായിട്ടുള്ള വാചകത്തോട് പിന്നീട് നമുക്ക് പഠിക്കും വരാം. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. ഞാൻ തുടക്കം ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ നമ്മളൊരു വാചകം എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. എന്നിട്ട് നമ്മൾ അതിന്റെ ചുരുക്കമായിട്ട് എഴുതി SVOMPT. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് മാനർ പ്ലസ് പ്ലേസ് പ്ലസ് ടൈം. അങ്ങനെ എഴുതിയത്. അത് നമ്മൾ പറഞ്ഞു, ഞാൻ ഇന്നലെ പത്തനംതിട്ടയിൽ വെച്ച് രാവിലെ 10 മണിക്ക് ഒരു പാമ്പിന്റെ വടി കൊണ്ട് അടിച്ചു കൊണ്ടുവന്നൊക്കെ നമ്മൾ ചെയ്തതാണ് കുറെ നാളുകൾക്ക് മുമ്പ്. യെസ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ. അതിൻ്റെ അകത്ത് നമ്മൾ ടെൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബും എന്താണെന്ന് അറിഞ്ഞാൽ മതി. സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്. പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഒബ്ജക്റ്റ് എന്താണെന്ന് കൂടി അറിയണം. OBJECT, ഒബ്ജക്റ്റ്. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് ഒബ്ജക്റ്റ്, ഈ വാചകത്തിൽ ഏതാണ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആ 2 ചോദ്യങ്ങൾക്ക് 2നും ഉത്തരമുണ്ടെങ്കിൽ 2 ഒബ്ജക്റ്റ് ഉണ്ടാവും. 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് ഉത്തരമുള്ളൂ എങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് 2 ചോദ്യങ്ങൾ. ഒന്ന് വാട്ട്, അടുത്തത് whom. വാട്ട് ഓർ whom, ഈ 2 ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഇതല്ലാതെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ഐദർ വാട്ട് ഓർ whom, ഈ 2 ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഇതല്ലാതെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. എപ്പോഴെന്നോ, എവിടെയെന്നോ, എങ്ങനെ, അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഒന്നും ഒബ്ജക്റ്റ് അല്ല. യു ക്യാൻ ആസ്ക് ഓൺലി 2 ക്വസ്റ്റ്യൻസ്, വാട്ട് ഓർ whom. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ വാചകത്തിലോട്ട് വരാം. ഇവിടെ നമ്മൾ വരുമ്പോ ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ ഒരു കപ്പ് ചായ കുടിക്കാറുണ്ട്. അപ്പൊ ആ കുടിക്കുക എന്നുള്ളതിലൂടെ നമ്മൾ ചോദിക്കുകയാണ്, ആരെ കുടിക്കുന്നു? ഉത്തരവില്ല. ഉടനെ 2ാമത്തെ ചോദ്യം ചോദിക്കുക, എന്ത് കുടിക്കുന്നു? ഒരു കപ്പ് ചായ കുടിക്കുന്നു. അപ്പൊ നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി, എ കപ്പ് ഓഫ് ടീ. അതാണ് ഓബ്ജക്റ്റ്. അത് നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി. ഓക്കെ,
ആ ഓബ്ജക്റ്റ് അതിന് നിങ്ങൾക്ക് അടിയിൽ എഴുതുക. ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഓബ്ജക്റ്റ് കിട്ടി, OBJECT ഓബ്ജക്റ്റ് എഴുതി, ഓബ്ജക്റ്റ് യെസ് ഓബ്ജക്റ്റ് കിട്ടി. ഇനി OBJECT ഓബ്ജക്റ്റിന് എഴുതിയിട്ട് ഒരു പ്ലസ് ഇടുക, പ്ലസ്. ആ പ്ലസ് ഇട്ടിട്ട് ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ഒരു വര, ആം ഒരു വര, ആർ. ഈസ് ആം ആർ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ഇല്ലേ, പ്ലസ് വീണ്ടും ഒരു പ്ലസ്, പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി. ആ വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ PP അല്ലെങ്കിൽ V3 എന്ന് കണക്കാണ്, PP. യെസ്. അപ്പൊ നമുക്കിനി വീണ്ടും വാചകത്തോട്ട് വരാം. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ് എന്നാണ് നമ്മൾ എഴുതിയത്. അതിന്റെ അകത്ത് നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു, എ കപ്പ് ഓഫ് ടീ. അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. എ കപ്പ് ഓഫ് ടീ ഈസ് എന്ന് പറയൂ, ആം എന്ന് പറയൂ, ആർ എന്ന് പറയൂ? എന്താ പറയാ? ഈസ് എന്നല്ല പറയുള്ളൂ. ഒരു കപ്പ് ചായ ഈസ്. അപ്പൊ എ കപ്പ് ഓഫ് ടീ ഈസ്. അത്രയും വരെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ആ ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു വാക്ക് വന്നിട്ടില്ലേ, അതിന്റെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഡ്രിങ്ക് പാസ്റ്റ് ടെൻസ്, ഡ്രാങ്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഡ്രങ്ക് DRUNK. ഇനി അത് എഴുതുക. എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക് DRUNK, ഡ്രങ്ക്. ഇനി അതിന്റെ അകത്ത് ബാലൻസ് നിൽക്കുന്നത് എന്താണ്? ഇൻ ദ മോർണിംഗ്. അത് കൂടി ഞാൻ എടുത്ത് എഴുതുക. അപ്പൊ എന്ത് ചെയ്യുന്നു? എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക് ഇൻ ദ മോർണിംഗ്. എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക് ഇൻ ദ മോർണിംഗ്. മനസ്സിലായോ? യെസ്. അപ്പൊ നോക്കി, നമ്മൾ നേരത്തെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വരുന്നത് പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. പ്രസന്റ് കണ്ടിന്യൂസ് നമുക്കൊരു അതിൻ്റെ അകത്ത് നിങ്ങൾ എഴുതിയാൽ നാലാമത്തെ ആയിട്ട് വരും. നാലാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING എന്ന്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് പിന്നെ ING വന്നിട്ടില്ല. വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വാചകം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, നമ്മൾ പറഞ്ഞ 12 ടെൻസുകളിൽ ഇത് വരുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് ചിന്തിക്കണം? ഈ വാചകം സിമ്പിൾ പ്രസന്റ് ആയ വാചകമാണ്. സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ പാസീവ് വോയിസിൽ എഴുതിയിരിക്കുകയാണ്. ഞാൻ ചായ കുടിക്കാറുണ്ട് എന്നുള്ളതിന് പകരം ചായ എല്ലാ ദിവസവും രാവിലെ എന്നാൽ കുടിക്കപ്പെടാറുണ്ട് എന്ന് മാറ്റിയിട്ടിരിക്കുന്നതാണ്. യെസ്. അപ്പോ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ വാചകം സിമ്പിൾ പ്രസന്റ് ആയിരുന്നു. ആ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ എങ്ങനെ മാറ്റിയതാണ്? പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതിയപ്പോഴാണ് ഇങ്ങനെ വന്നത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളത്തിൽ ഒരു പക്ഷേ പണ്ട് കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കറമ്പടി പ്രയോഗം, കത്തിരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ആ സംഗതി തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയും എഴുതാം എന്നുള്ള കാര്യം. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ചോദിച്ചു. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇത്രയും പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, നിങ്ങളൊക്കെ ബുദ്ധിയുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാനിപ്പോ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞ തിരിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോളാം. ഇതുപോലത്തെ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു തരുമോ? നമ്മൾ ഈ എക്സാമ്പിളൊക്കെ കടക്കുകയാണ് ധൈര്യമായിട്ട്. അതുകൊണ്ട് അൽഫിയ അത് മനസ്സിൽ കണ്ടപ്പോ ഞാനത് വിമാനത്തിൽ കണ്ടത്. ഊരിലോട് എക്സാമ്പിൾ. യെസ്, ഓക്കെ. ഇതിപ്പോൾ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഇനി ഇതിന്റെ അകത്ത് 1-2 കാര്യങ്ങളോട് ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ് എന്നുള്ളതിൽ ഒരു ഐ അവിടെ ബാലൻസ് നിൽക്കുന്നുണ്ട് ഇല്ലേ? അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഐനെയും കൂടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ സൈഡിൽ നിന്ന് എഴുതിയേക്കാം ഐ എന്നാണെങ്കിൽ അതിനെ മീ എന്ന് മാറ്റണം എന്ന് എഴുതിയിട്ടില്ല. ഐ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മീ എന്നാക്കണം.
ഐ എന്നാണെങ്കിൽ എന്താക്കി മാറ്റണം? മീ, ME, മീ എന്നാണ്. അതിന്റെ ഐയുടെ അടിയിൽ എഴുതുക വി എന്നാണ് ചോദിക്കുക, WE, വി. ഐക്ക് പോരാണ്ട് വി ആയിരുന്നെങ്കിൽ അതിനെ US, അസ് എന്ന് മാറ്റണം. അസ്. ഇനി അവിടെ THE വഴി ദേ എന്നാണ് വിചാരിക്കും, ദേ. ഒരു ആരോ മറക്കിട്ടിട്ട് എഴുതുക ദം, THEM, ദം. ഇതൊന്ന് മനസ്സിൽ ഓർമ്മയുണ്ടാവുക. ആ സബ്ജക്റ്റിനെ മാറ്റുമ്പോ ഐ ആണെങ്കിൽ മീയിലോട്ട് മാറ്റുക, യു ആണെങ്കിൽ യു തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. ബി ആണെങ്കിൽ അസിലേക്ക് മാറ്റുക, ദേ ആണെങ്കിൽ ദമ്മിലേക്ക് മാറ്റുക. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് ആ ഐനെ കൂടി ഇങ്ങനെ എടുക്കാം. നോക്കി, ഞാൻ ആൻസർ കൂടി പറയാം. എ കപ്പ് ഓഫ് ടീ ഈസ് drunk, DRUNK, drunk in the morning. ആ പിന്നെ മീന്ന് എഴുതുന്നത് തൊട്ട് മുമ്പ് BY ഒരു ബൈ കൂടി ചേർക്കാം, ബൈ മീ. ഇതാണ് കറക്റ്റ്. A cup of tea is drunk. ഓക്കെ കൃഷ്ണന്തു, is drunk in the morning by me. ശരിയാണോ സാർ? ശരിയാണ്. യെസ്. അപ്പോ നമുക്ക് നോക്കാം. I drink a cup of tea in the morning എന്നുള്ള വാചകം വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും എഴുതാം? A cup of tea is drunk in the morning by me എന്ന് കൂടി എഴുതാം. അങ്ങനെയും എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വാചകം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സിമ്പിൾ പ്രസന്റ് വാചകം. യെസ്, ഓക്കെ ഓക്കെ, പറയാം. ഡോണ്ട് വറി. ഇത് സിമ്പിൾ പ്രസന്റിലുള്ള വാചകമായിരുന്നു. ആ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ പാസീവ് വോയിസ് ഓബ്ജക്റ്റ് എടുത്ത് ആദ്യം വെച്ച് എഴുതി വേറൊരു രീതിയിൽ എഴുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ. യെസ്. അപ്പൊ കൃഷ്ണന്തു, തന്നിരിക്കുന്ന വാചകത്തിന്റെ അകത്ത് ഓബ്ജക്റ്റ് ആദ്യം നോക്കണം. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനോട് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് എന്ത്? ഒബ്ജക്റ്റ്. എന്തൊക്കെയാണ് രണ്ട് ചോദ്യങ്ങൾ? ഒന്ന് വാട്ട്, അടുത്തത് ഹൂം, ആരെ അല്ലെങ്കിൽ എന്ത്. അത് ആദ്യം എഴുതുക. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിൽ ഏതെങ്കിലും വാക്ക് ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് എഴുതുക? വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ V3 അത് ഉപയോഗിക്കുക. പിന്നെ ബാലൻസ് അതിൻ്റെ അകത്തുള്ളത് എന്താണോ അതൊക്കെ അറിയുക. അതുപോലെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ സബ്ജക്റ്റ് എഴുതുമ്പോൾ ഐ ആണെങ്കിൽ അതൊന്ന് മീ ആക്കുക, വി ആണെങ്കിൽ അതിനൊന്ന് അസാക്കുക, ദേ ആണെങ്കിൽ അതിനൊന്ന് ദമ്മാക്കുക. തൊട്ട് മുന്നിൽ ഒരു ബൈ എന്നുകൂടി ചേർത്തേക്കുക. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ റിസ്വാന, റിസു, how are you, റിസ്വാന? Fine, sir. Have you eaten? What did you eat for the breakfast? നോമ്പല്ലേ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോയമ്പ് അല്ലാതെ ഇരുന്ന കാലഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും കഴിക്കാം? രാവിലെ ഉണ്ടാക്കുന്ന എന്താന്ന് വെച്ചാൽ കഴിക്കും. യെസ്. അപ്പൊ എന്തായാലും ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്. അല്ല, അത് വേണ്ട. വീട്ടില് നോയമ്പാണെങ്കിലും അല്ലെങ്കിലും ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആരാണ്? റിസ്വാനല്ലേ? രാവിലെ ഉണ്ടാക്കുക, വൈകിട്ടില്ല ഉണ്ടാക്കുക, വൈകുന്നേരം. അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ റിസ്വാൻ പറയുന്നത് ഐ പ്രിപ്പയർ അല്ലെങ്കിൽ ഐ കുക്ക് സപ്പർ, SUPPR, സപ്പർ ഫോർ ദ ഫാമിലി. ഓക്കെ, സെന്റൻസ് ആണ്. ഐ കുക്ക്, പാചകം ചെയ്യുന്നു, സപ്പർ, അത്താഴം, ഫോർ ദ ഫാമിലി, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അത്താഴം ഞാനാണ് പാചകം ചെയ്തത്. ഐ കുക്ക് സപ്പർ ഫോർ ദ ഫാമിലി. ഇനി നമുക്ക് ഇതിനെ പാസീവ് വോയിസിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഐ സബ്ജക്റ്റ് ആണ്, കുക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഇത്രയും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ വാചകം ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതണം അല്ലെങ്കിൽ V3 എഴുതണം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് റിസ്വാന ഇത് നമുക്കൊന്ന് റെഡിയാക്കാം. ഓക്കെ, ഇതിനകത്ത് ഓബ്ജക്റ്റ് ഒന്ന് പറഞ്ഞേ. സപ്പർ
സപ്പർ സപ്പർ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് ഞാൻ പാചകം ചെയ്യും, എന്ത് പാചകം ചെയ്യുന്നു, ആരെ പാചകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോ കുട്ടികളൊക്കെ വികൃതി കാണിച്ച് അവിടെ നമ്മൾ വൈകുന്നേരം പാചകം ചെയ്യും. അത് വേറെ. ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് പാചകം ചെയ്യുന്നു, സപ്പർ, അത്താഴം. എന്ത് എന്നുള്ള ആൻസർ കിട്ടി. അപ്പൊ സപ്പർ. ഓക്കെ, അപ്പൊ സപ്പർ എഴുതി. അത് കഴിഞ്ഞിട്ട് ഏത് വാക്ക് ഉപയോഗിക്കുന്നത് ഉസ്മാൻ? ഈസ് അല്ലെങ്കിൽ അമ്മല്ലെങ്കിൽ ആറാണ് അതില് സപ്പർ ഈസാണോ? ഈസാണോ എന്നല്ല, ഈസാണ്. യെസ്, സപ്പർ. അത്താഴം എന്ന് പറയുമ്പോൾ സിംഗിൾ അല്ലോ, ഒരെണ്ണല്ലേ ഉള്ളൂ. അത്താഴം. അത്താഴങ്ങൾ എന്ന് പറയാറില്ല, അത്താഴം എന്നല്ല പറയാറുള്ളൂ. ചിലപ്പോ അത് 2-3 കറിയുണ്ടാവും, എന്നാലും നമ്മള് ഒരുമിച്ചൊറ്റ വാക്കാണ്. ഓക്കെ 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 വിനീത. സപ്പർ ഈസ്. ഇനി കുക്ക് എന്നുള്ളതിന്റെ ഏത് വേണം? മൂന്നാമത്തെ ഫോം. കുക്ക്ഡ്. എന്താണ്? COOKED. കുക്ക്ഡ് ബൈ മീ. കേട്ടാ, സപ്പർ ഈസ് കുക്ക്ഡ് ബൈ മീ. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ആ വാചകത്തിന്റെ പാസീവ് വോയിസിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു, അത് ആദ്യം എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം. പിന്നെ വെർബ് എഴുതണം. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ B3 എന്ന് പറയുന്ന ഫോം എഴുതണം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണ്ട. നേരത്തെ ജീനയും കൃഷ്ണനും ഒക്കെ പറഞ്ഞതാണ്. ഇനി എക്സാമ്പിൾ പോരട്ടെ എന്ന് പറഞ്ഞാൽ ഇതിൽ I love India. I love India. യെസ്, സ്വന്തമായിട്ട് ചെയ്തോളൂ. ഓബ്ജക്റ്റ് കാണുക. ഈസിലെങ്കിൽ ഹിന്ദി എന്നാണോ പറഞ്ഞത്? ഹിന്ദി എന്നാണോ പറഞ്ഞത്? ഇന്ത്യ, ഭാരതം, ഇന്ത്യ. ഓക്കെ പാർവതി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ പോന്നോട്ടെ. വിനീത ഓക്കെ, അൽഫിയ ഓക്കെ, ഗൗരി ഓക്കെ, റനീഷ ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ജീന ഓക്കെ, സൈബ ഓക്കെ. സിമ്പിൾ ആണ്, വെരി സിമ്പിൾ അല്ലേ? ഐ ലവ് ഇന്ത്യ. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ആരെ സ്നേഹിക്കുന്നു? ഇന്ത്യയെ. ഉത്തരം കിട്ടി, ഇന്ത്യ. ഈസി ആയിരുന്നു. ലവ് എന്നുള്ളതിന്റെ B3 എടുത്തു. ലവ്ഡ് ബൈ മീ. യെസ്. അടുത്തത് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഒരു കാര്യം വിട്ടുപോയി. നേരത്തെ ഞാൻ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് P ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. V എന്നുള്ളത് എന്തായിട്ട് മാറും? അസ് എന്ന് മാറുമെന്ന് പറഞ്ഞു. ദേ എന്നുള്ളത് എന്തായിട്ട് മാറും? ദം എന്ന് മാറുമെന്ന് പറഞ്ഞു. അവിടെ 2 വിട്ടുപോയി. ഓക്കെ, കൃഷ്ണൻ കറക്റ്റ് ആണ്. ഓരോ രീതികൾ. ഷീ എന്നുള്ളത് SH ഷീ എന്നുള്ളത് ഹെർ ആയിട്ട് മാറും. കറക്റ്റ് ആണോ സാർ? എന്തോ? ഇന്ത്യ ഇസ് ലൗഡ് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. യെസ്, ഷീ എന്നുള്ളത് ഹെർ എന്ന് മാറും. ഹെർ എന്ന് മാറുന്നു. ഇനി ഹി എന്നാണെങ്കിൽ ഹിം എന്ന് മാറ്റുക. ഓക്കെ അതിനാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഷീ ആണെങ്കിൽ ഹെയർ ആയിട്ട് മാറുന്നു. ഹി ആണെങ്കിൽ ഹിം ആയിട്ട് മാറും. ഓക്കെ യെസ്, പറയട്ടെ.
They read, R-E-A-D. They read books, B-O-O-K-S, books every day. They read books every day. Books is read every day by them. ഈ റീഡിന്റെ വെർബ് 3 എന്താന്ന് അറിയില്ല സർ. യെസ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നിഷ, അത് ഒന്നുകൂടി ശ്രദ്ധിക്കും. ഓക്കെ വിനീത. ഓക്കെ സൈബ. ഓ ബുക്സ് എന്ന് പറയുന്ന ഒരുപാടുള്ളതുകൊണ്ട് 6 ചേർക്കണോ അല്ലേ? യെസ് 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 യെസ്. കുറച്ചു നേരമായിട്ട് ഈ സീന വന്നുകൊണ്ടിരിക്കുമ്പോ അതുമ്പോ തന്നെ ഇങ്ങനെ പിടിക്കും അല്ലേ? ഓക്കെ. നിജില, അൽഫിയ, ഫസില, ഗൗരിപ്രിയ, യെസ്, പാർവതി. ഓക്കെ. അയ്യോ പാർവതി, ബൈ മീ വന്നേക്കണ എന്താണ്? നീ അല്ലല്ലോ അവിടെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ആൻസർ പറയട്ടെ. They read books. ഓക്കെ. എവരി ഡേ. They read books ആണ്, ബുക്ക് അല്ല, ബുക്സ്. അവരെല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? ബുക്ക് വായിക്കാറുണ്ട്. എന്ത് വായിക്കാറുണ്ട്? വാട്ട് അല്ല ചോദ്യം. ബുക്സ് വായിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത ഒബ്ജക്റ്റ് കിട്ടി, ബുക്സ്. അതായത് എഴുതി ബുക്സ്. ബുക്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അത്. കൃഷ്ണന്തു, ഈസ് വരെ, ആറ് വരോ, ആം വരോ അവിടെ? യെസ്, ഒരു ബുക്കാണെങ്കിൽ ഈസ് വന്നേനെ, ബുക്സ് എന്നായിരുന്നു. അപ്പൊ അവിടെ എന്താ പറയാ? ബുക്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ബുക്സ്. ഓക്കെ. ഇനി റീഡ് എന്ന് പറയുന്ന ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കണം. റീഡ് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്താണ്? റെഡ് എന്നാണ്. റെഡ്. സ്പെല്ലിംഗ് അറിയേണ്ടി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും റെഡ് തന്നെയാണ്. സ്പെല്ലിംഗ് അറിയേണ്ടി തന്നെയാണ്. പറയുമ്പോൾ അങ്ങനെ പറയാം. റീഡ്, റെഡ്, റെഡ് അങ്ങനെ പറയാം. അപ്പോ ഇത് സ്പെല്ലിംഗ് എഴുതിയാൽ മതി. ബുക്സ് ആർ റെഡ്. സ്പെല്ലിംഗ് എവരി ഡേ ബൈ ദം. ബുക്സ് ആർ റെഡ്. സാർ പറയണത് V3 ഫോം എന്ന് പറയണത് റെഡ് എന്നാണ്. RED റെഡ് എന്നാണോ? സാർ സ്പെല്ലിംഗ് ഒന്നുകൂടി പറയോ? READ പ്രസന്റേഷന്റെ സ്പെല്ലിംഗ് ഇല്ലേ, അത് തന്നെ. നിഷ പറഞ്ഞ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RED റെഡ്, ചുവപ്പ് എന്നുള്ള അർത്ഥം. യെസ്. അപ്പൊ നിഷയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ സാർ. ഐ എഴുതുക. ഐ. പിന്നെ അടുത്ത വാക്ക് ഞാൻ സ്പെല്ലിംഗ് പറയുന്നുള്ളൂ. READ. READ. എ ബുക്ക്. എ ബുക്ക്. യെസ്റ്റർഡേ. കൃഷ്ണന്തു ശരിയാണ്. READ എ ബുക്ക് യെസ്റ്റർഡേ. അത് വായിച്ചേ. I read a book yesterday. കാരണം കഴിഞ്ഞു പോയതല്ലേ ഇന്നലത്തെ. അപ്പൊ റീഡിന്റെ പാസ്റ്റ് ടെൻസ് റെഡ്. ഞാനാണ് ഇവിടെ മണ്ടനായി പോയത്. ഞാൻ നിഷ ചോദിച്ചേ. നേരെ മറിച്ച് ആ യെസ്റ്റർഡേ എന്നുള്ളതിന് പകരം അവിടെ എവരിഡേ എന്നാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് വന്ന്? നിഷ
ആ പാസീവ് യെസ്റ്റർഡേ വോയിസിലായിട്ടല്ലേ പറയണ്ടേ സർ? പാസീവ് വോയിസിലേക്ക് ഇട്ടല്ലേ പറയേണ്ടത്? അല്ല അത് വെറുതെ വായിച്ചാൽ മതി. ഐ റീഡ് എ ബുക്ക് എവറി ഡേ. എവരിഡേ. യെസ്റ്റർഡേ എന്നാണെങ്കിൽ റെഡ് എന്ന് പറയണം. ഓക്കെ. ഞാൻ റെഡ് എന്നാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ വെരി ഗുഡ് യു ആർ ഇന്റലിജന്റ്. വെരി ഗുഡ്. യെസ്. അടുത്തത് വി. നെക്സ്റ്റ് സെൻസ് വി wash, wash, wash the room, room, room every morning. We wash the room every morning. Yes. അതിന്റെ passive voice ഒന്ന് എഴുതി. We wash the room every morning. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക, ആദ്യം എഴുതുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ഓക്കെ. അങ്ങനെ പറയോ? ഒന്നുകൂടി പറയാം. ഓക്കെ കൃഷ്ണന്തു. We wash, wash the room every day. സാർ ഒന്നുകൂടി പറയോ? എന്തോ? ഒന്നുകൂടി പറയോ? Yes. We wash, we wash the room, room, room every morning. Every day, every morning. Sorry. Every morning. The room washed every morning by us. നിഷിത ഒന്നുകൂടി പറഞ്ഞേ. The room washed every morning by us. വാഷിന്റെ V3 ഫോം എന്താന്നറിയില്ല. വാഷ്ഡ് എന്നല്ലേ? ഈസ് വിട്ടുപോയത്. ഈസ് ചേർത്തില്ല. ഓക്കെ. ഒരു മിസ്റ്റേക്ക് എങ്കിലും ഇല്ലാണ്ട് നിഷക്ക് സമാധാനം ഉണ്ടാവില്ല. യെസ്. ഓക്കെ. വിനീത ഓക്കെ. ശ്രദ്ധിക്കാനിട്ടാ. റിനീഷ ഓക്കെ. നമ്മളെ ശ്രദ്ധിക്കാൻ പോയപ്പോ 2 മാർക്ക് അങ്ങോട്ട് പോയില്ലേ? യെസ്. ഓക്കെ 2 മാർക്ക് അങ്ങോട്ട് പറയും. ഫസ്റ്റില ഓക്കെ. യെസ്. ഓക്കെ. യെസ്. അപ്പൊ ഇത് സിമ്പിൾ ആണത്. ഓക്കെ. ഇനി ഞാൻ മാറ്റി പിടിക്കണേ. He teaches, teaches, teaches him, him at night, night. I will repeat the question. He teaches him at night. അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വിട്ടുതരാണ്. എഴുതിക്കോളൂ. He is teached at night by him. എന്റെ വിഷയ ഒന്നുകൂടെ ആലോചിക്കും. റീച്ച് അല്ല വിനീത, ടീച്ചർ. TEACH. ടീച്ചർ. സാർ ഒന്നുകൂടി പറഞ്ഞോക്കട്ടെ. He is teached at night by him. ആണോ? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നൈജ അത് കറക്റ്റ് ആയിരുന്നു. സൈബൊക്കെ കുഴപ്പമില്ല. കൃഷ്ണന്തു ഓക്കെ. V3 എഴുതിയാലാണ് നിഷക്ക് തെറ്റ് പറ്റിയേക്കുന്നത് കേട്ടോ. അവിടെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്. ബാക്കിയൊക്കെ ശരിയാണ്. അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റാണ്. യെസ്. ബാക്കി എഴുതിയവരെല്ലാം കറക്റ്റ് ആണ്. യെസ്. അപ്പൊ എന്താ നമുക്ക് എഴുതാൻ പറ്റിയ ആൻസർ? He
teaches him, okay, Giri, at night. അവനെ വേറെ അവനെ രണ്ടാളല്ല, രാത്രിയിൽ പഠിപ്പിക്കുന്നു. എന്ത് പഠിപ്പിക്കുന്നു എന്നില്ല, ആരെ പഠിപ്പിക്കുന്നു? അവനെ, ഹിം, അതാണ് ഓബ്ജക്റ്റ്. അപ്പൊ അത് ആദ്യം എഴുതുക. ഹിം വെച്ച് നമുക്ക് സെന്റൻസ് ആരംഭിക്കാൻ പറ്റൂല. അപ്പൊ ഹിം ആണെങ്കിൽ ഹീ എന്നാക്കി മാറ്റുക, ഹിം. അപ്പൊ ഓബ്ജക്റ്റ് നമ്മൾ ഹീ എന്നാക്കി. ഈസ് അല്ലെങ്കിൽ ആമില്ലെങ്കിൽ ആര്, അവിടെ എന്ത് എഴുതി? ഹീയുടെ കൂടെ എന്ത് വരും? ഈസ് വരും, ഹീ ഈസ്. ഇനി ടീച്ചേഴ്സ് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം ടോട്ടാണ്, TAUGHT, ടോട്ട്. ടീച്ച്, ടോട്ട്, ടോട്ട്. He is taught at night by him. Krishnendu, reach alla, teacher, teach. Yes. Okay. അപ്പൊ നിങ്ങൾക്ക് കുറച്ചേരം ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിന്റെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിക്കട്ടെ? ചോദിക്കാം അല്ലേ? അപ്പൊ നിങ്ങള് സിനിമകളൊക്കെ കാണുന്ന ആളുകളായിരിക്കും എന്ന് വിചാരിക്കാം. ഹിന്ദി, മലയാളം, തമിഴ് സിനിമകളൊക്കെ കാണാറില്ലേ? ഓക്കെ, അൽഫിയ കാണാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ആ സിനിമയിലുള്ള ഒന്ന് രണ്ട് ഐക്കോണിക് ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ആ ക്യാരക്ടർ വരുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഫിലിം, വിച്ച് ഫിലിം ഏതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ സൈബ, ഓക്കെ ഓക്കെ ഓക്കെ. ഈ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും. അപ്പൊ അതുകൊണ്ട് കണ്ടവരുടെ പറയും, ഓക്കെ ഞാൻ കണ്ട സിനിമയാണ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാം. വാറുണ്ണി എന്ന് ഞാൻ പറഞ്ഞു. വാറുണ്ണി ഇത് ഒരു ഐക്കോണിക് ക്യാരക്ടറായിട്ട് സിനിമയിലും മലയാള സിനിമയിലും വന്ന ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. മമ്മൂട്ടിയല്ലേ വാറുണ്ണിയായിട്ട് അഭിനയിച്ചത്? യെസ്, വെരി ഗുഡ്, മൃഗയ. ഇതാണ് അതിന്റെ മോഡൽ പോകുന്നത്. മൃഗയ എന്ന് പറയുന്ന സിനിമയായിരുന്നു. അപ്പൊ അത് അതിനകത്ത് അഭിനയിച്ചത് വാറുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ രണ്ട് മൂന്ന് ഐക്കോണിക് ക്യാരക്ടർ ചോദിക്കുകയാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. ക്യാരക്ടറിന്റെ പേരാണ് മുക്കാംബോ, MUKAMBO, മുക്കാംബോ. ചിലപ്പോൾ ഹിന്ദി ആയിരിക്കാം, ചിലപ്പോൾ തമിഴായിരിക്കാം, മലയാളമായിരിക്കാം. മുക്കാംബോ ഇസ് എ നെയിം ഓഫ് ദ ക്യാരക്ടർ. ഏത് സിനിമയിലെന്ന് പറയാം? മുക്കാംബോ സ്പെല്ലിംഗ് ഒന്ന് പറയാം സാർ. എന്തോ നിഷേധാണ്? ഹിന്ദി മൂവിയാണോന്ന്? ഓക്കെ, അഫ്രീൻ പറഞ്ഞു. കറക്റ്റ് ആൻസർ, മിസ്റ്റർ ഇന്ത്യ. ഓക്കെ ഓക്കെ ഓക്കെ, അഫ്രീൻ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹിന്ദിയാണെന്ന് തോന്നുന്നു. അഫ്രീൻ, ഇത് കണ്ട സിനിമയാണോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മിസ്റ്റർ ഇന്ത്യ ഹിന്ദിയാണ്. ഓക്കെ, മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദിയാണെന്ന്. ഓക്കെ, അടുത്ത ഐക്കോണിക് ക്യാരക്ടർ. ഓക്കെ 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 ഓക്കെ. ഗബ്ബർ സിംഗ്. ഗബ്ബർ സിംഗ് ഇത് ഞാൻ കണ്ടിട്ടുള്ള പടമാണ്, ഒരു പഴയ പടമാണ്. ഗബ്ബർ സിംഗ്. അഫ്രീൻ മിടിക്കാനുള്ള ഷോലെ. കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. ഹിന്ദി സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല അഫ്രീൻ. വെരി ഗുഡ് വെരി ഗുഡ്. ഷോലെ കറക്റ്റ് ആണ്. യെസ്, അടുത്ത നെയിം ഓഫ് ദി ക്യാരക്ടർ ഈസ് രാജ കൃഷ്ണപ്രിയ ബൈറ. രാജ കൃഷ്ണപ്രിയ ബൈറ. സൈബ, യു ആർ ഗ്രേറ്റ്. കറക്റ്റ് ആൻസർ. ആദ്യം പറഞ്ഞ സൈബയാണ്. KGF. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അടുത്തത് ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. ദേവസേന. ബാഹുബലി. യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അത് ഞാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറയാൻ പോയത് ഇതായിരുന്നു.
മൃഗയ എന്നുള്ളതിന് പകരം ഈ ദേവസേന പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ വിളിച്ചത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്തത് സർക്യൂട്ട്. CIRCUIT സർക്യൂട്ട്. സർക്യൂട്ട് ക്യാരക്ടർ നെയിമാണ് സർക്യൂട്ട്. അതായിരിക്കും. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ബാഹുബലി അല്ല കൃഷ്ണന്തു? നൻപരല്ല ഫ്രണ്ട്. ഹിന്ദി സിനിമയാണ് പേര് കേട്ടിട്ട്. അതിന്റെ സൈബ യു ആർ ഗ്രേറ്റ്. മുന്ന ബൈ MBBS. ആ ഫിലിമിന്റെ പേര് അതാണ്, മുന്ന ബൈ MBBS. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് സൈബ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാവീർ സിംഗ് forgot. മഹാവീർ സിംഗ് forgot. PHOGOT. മഹാവീർ സിംഗ് forgot. അതല്ല, മുന്ന കൃഷ്ണന്തു മുന്ന ബൈ നേരത്തെ തന്നെ. ഇത് മഹാവീർ സിംഗ് forgot. PHOGOT. ജാദു എന്ന് പറഞ്ഞൊരു സിനിമയാണോ? അല്ല, വേറെ സിനിമയാണ്. യെസ്, നമ്മുടെ കറക്റ്റായിട്ട് പറയുന്ന ആൾക്കാർ അഫ്രീൻ, സൈബ. യെസ്, ദ നെയിം ഓഫ് ദി ഫിലിം ഞാൻ പറയാം. ഡാംഗൽ. DANGAL. ഡാംഗൽ. അപ്പൊ അടുത്ത കഥാപാത്രത്തിലോട്ട് പോവുകയാണ്. കേട്ടിട്ടില്ല മൂവിയുടെ പേര്. യെസ്, ഓക്കെ ഓക്കെ. ടൈഗർ. സാർ അത് ആമീർ ഖാന്റെ ഗുസ്തിയുടെ പടാണോ? ഏത്? ദംഗല്. കണ്ടതാണ് അൽഫിയ. കണ്ടപടാ. അപ്പൊ അതിനകത്ത് ഈ കഥാപാത്രം ഉണ്ടോ? മഹാവീർ സിംഗ്. ഓർമ്മ ഉണ്ടായില്ല. ഓക്കെ ഓക്കെ. ഡാൻജിൻ ആണ് അല്ലെ? ഡാൻജിൻ ആണോ? ദംഗൽ. Okay, okay. அடுத்த name of the question and name of the character is Tiger Muthuvel Pandi. Tiger Muthuvel Pandi. Okay, Saiba. Very good. Jailer. Very good, very good, very good. Okay, okay, okay. Yes, അടുത്തത് ആർക്കും പറയാൻ പറ്റില്ല. ചതിയൻ ചന്തു. ചതിയൻ ചന്തു. ചതിക്കാത്ത ചന്തു. ഒരു വടക്കൻ വീരഗാഥ. ഓക്കെ 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 നിഷ. ഓക്കെ സൈബ, ഒരു വടക്കൻ വീരഗാഥ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തതും ആർക്കും പറയാൻ പറ്റുന്നതാണ്. ജോർജ് കുട്ടി. ദൃശ്യം. ദൃശ്യം. ഓക്കെ നിഷ. ദൃശ്യം. ജോർജ് കുട്ടി. ദാറ്റ് ബിലോങ്സ് ടു ദൃശ്യം. ഓക്കെ പാർവതി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് റെമോ റാംപ് വാക്ക് മോഡൽ. റെമോ റാംപ് വാക്ക് മോഡൽ. സുരേഷ്മി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അനിയൻ അല്ലേ? അനിയൻ. അന്യനാണോ? അന്യനാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അന്യൻ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് താനോസ്. THANOS. താനോസ്. താനോസ്. വെരി ഗുഡ് സൈബ. സൈബ സിനിമ കാണാറുണ്ടെന്നോട് എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞത്. എല്ലാം മറിച്ച് കലക്കി കുടിച്ചേക്കാന്ന് സിനിമയുടെ സൈബ. സൈബക്ക് ഹിന്ദി സിനിമയുടെ ആളാണെന്നുണ്ടല്ല. സൈബയും അതെ. ഞാൻ എല്ലാം പടം കാണാറുണ്ട് സാർ. എല്ലാവരും പറഞ്ഞേനെ. അതെ, സൈബയും അതെ. പിന്നെ അഫ്രീൻ, പിന്നെ അൽഫിയ, ഇവരൊക്കെ ഹിന്ദി സിനിമയുടെ ആളാണ്. ദൃശ്യം നേരത്തെ കഴിഞ്ഞു പോയതാണ് കൃഷ്ണേന്ദു. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ് താനൂസ്. അത് അവഞ്ചേഴ്സ് അല്ലെ? അവഞ്ചേഴ്സ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് പേര് കേട്ടിട്ട് ഇംഗ്ലീഷ് സിനിമയാണെന്ന് തോന്നുന്നു. ക്യാരക്ടർ നെയിം ഇതാണ്. മാക്സിമസ് ഡെസിമസ്
Meridius. Maximus, Decimus, Meridius. Maximus, Decimus, Meridius. ആരും ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ ആദ്യത്തെ അക്ഷരം പറയാം. ഈ സിനിമയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ജി. ഗോഡ് എന്നുള്ളതിന്റെ ജി. ഒരു ക്ലൂ കിട്ടുന്നതാണ്. അറിയില്ല സാർ. അറിയില്ല അല്ലേ? ഇവിടെ നമ്മുടെ ഗോഡ്സില്ല ഇല്ല ഫ്രീന. സൈബ? യെസ്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ സൈബ. ഗ്ലാഡിയേറ്റർ. നെയിം ഓഫ് ദി ഫിലിം ഈസ് ഗ്ലാഡിയേറ്റർ. ഗ്ലാഡിയേറ്റർ. ഓക്കെ 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 ഓക്കെ. യെസ്. അടുത്ത ഐക്കോണിക് ക്യാരക്ടർ ഒപ്റ്റിമസ് പ്രൈം. OPTIMUS. ഒപ്റ്റിമസ് പ്രൈം. PRIME. ഒപ്റ്റിമസ് പ്രൈം. ഓക്കെ സൈബ. സൈബ വീണ്ടും തകർക്കുകയാണ്. ട്രാൻസ്ഫോർമേഴ്സ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ കൃഷ്ണന്തു, അത് നേരത്തെയാണ്. ഓക്കെ 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 ഓക്കെ. അടുത്ത നെയിം ഓഫ് ദി ക്യാരക്ടർ ഈസ് എം. എം. ഇത് ആ സീരിയലായിട്ടുള്ള എല്ലാത്തിലും വരാറുണ്ട്. ആ സീരിയസ് ആയിട്ട് ആ സിനിമകളൊക്കെ എല്ലാത്തിലും വരുന്നത്. എം. യെസ്. ഇപ്പൊ ജാക്കി ചാന്റെ പടം എന്നൊക്കെ പറയുന്ന പോലെ ഇയാളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വല്ല സ്പൈഡർമാനോ ബാറ്റ്മാനാണോ സാർ? ഫസ്റ്റ് ലെറ്റർ ജെ ആണ്. ഇനി പറ. ജെ. ജോക്കർ അങ്ങനെ എന്തിനാണ്? ജെ 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 ജെയിൽ തുടങ്ങും. ജെ. ഓക്കെ നജില, വെരി ഗുഡ് വെരി ഗുഡ്. ജെയിംസ് ബോണ്ട് മൂവിയാണ്. ജെയിംസ് ബോണ്ട് മൂവിയുടെ കഥാപാത്രത്തിന്റെ പേരാണ് എം. വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ പാസീവ് വോയിസ് ഒക്കെ പഠിച്ച് നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് കലുഷിതമായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ എടുത്തിട്ടതാണ്. പിന്നെ എന്താണ് ഒരു ദിവസം എന്തോ കാര്യം പറഞ്ഞ് സംസാരിച്ചപ്പോ കുറച്ച് പേര് സിനിമ കാണുന്ന ആൾക്കാരാണ്. ഐ ലവ് മ്യൂസിക്, ഐ ലവ് സിനിമ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, വീണ്ടും നമുക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ കുറച്ചുകൂടി ബാലൻസുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇനിയും ടെൻസിന് എടുക്കുകയാണ്. ആ ടെൻസിന്റെ പാസീവ് വോയിസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് നോക്കാം. ഓക്കെ, യെസ്, വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ. Till then, bye. Okay, thank you, sir. Yes, sir. Okay. Thank you.